ഹായ് എവരിവൺ. നമ്മൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അപ്പൊ ഈ ചെടികൾ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്? നമ്മളെല്ലാ ഫുഡ് ചെയിനിന്റെയും ഫസ്റ്റ് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയ ചെടികളാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്? അതെ, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ലാത്തൊരു പ്രക്രിയ കൂടിയാണ് എല്ലാ ചെടികളും ഫുഡ് ഉണ്ടാക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് സൺലൈറ്റിന്റെ പ്രസൻസിൽ ചെടികൾ അഥവാ ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, അതോടൊപ്പം തന്നെ ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫുഡാണ് ചെടികളുടെ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഫുഡിന് എക്സാമ്പിളാണ് നമ്മളുടെ ക്യാരറ്റും അതേപോലെ മരച്ചീനിയും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പിൽ കൂടെ നമുക്കിത് പറയാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് എനർജി വേണം അല്ലെ? ഈ എനർജിയാണ് സൺലൈറ്റ്. ഇലകളിലുള്ള ക്ലോറോഫിൽ പിഗ്മെന്റ്സ് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഇനി നമുക്ക് എന്ത് വേണം? സാധനങ്ങൾ വേണ്ട. ഫോട്ടോസിന്തസിസിന് വേണ്ട 2 പ്രധാനപ്പെട്ട സാധനങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വെള്ളവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇലകളിലുള്ള സ്റ്റൊമാറ്റ അഥവാ ആശയരന്ധ്രങ്ങളിൽ കൂടി നമുക്ക് കിട്ടും. വെള്ളവും റൂട്ട്സിൽ കൂടെ വെള്ളവും മിനറൽസും. ഇനി നമ്മൾ അടുത്തത് ലൈറ്റ് യൂസ് ചെയ്തിട്ട് ഈ വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. H2O നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുന്നു. ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്ലൂക്കോസ് അഥവാ C6H12O6 അതേപോലെ ഓക്സിജനും ഉണ്ടാവുന്നു. ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഇലകളിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് അല്ലെ? അപ്പൊ ചെടികളിലെ അടുക്കളയാണ് ഇലകൾ. ഈ ഇലകളിലുള്ള ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു കോശാംഗത്തിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ഇമേജ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഔട്ടർ മെംബ്രെയിൻ, അതേപോലെ ഒരു ഇന്നർ മെംബ്രെയിന്, പിന്നെ ഉള്ളില് തൈലക്കോയിഡ് അഥവാ ഗ്രാനയും സ്ട്രോമയും ഉണ്ട്. 2 സ്റ്റേജസ് ആയിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ലൈറ്റ് റിയാക്ഷൻ ആണ്. ഇത് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചാണ് അഥവാ തൈലക്കോയിഡിൽ വെച്ചാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡാർക്ക് റിയാക്ഷൻ ആണ്. ഇത് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഫോട്ടോസിന്തസിസിന്റെ ഒരു ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ CO2 plus H2O in the presence of light H12O6. ഈ ഗ്ലൂക്കോസിന് നമുക്ക് ഫ്രക്ടോസ് ആയിട്ടും കാണാൻ കഴിയും. ഇനി ഇമ്പോർട്ടൻസ് ആണ്. ഫോട്ടോസിന്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ചെടികൾക്ക് മാത്രമല്ല ബാക്കി എല്ലാ ജീവികൾക്കും. അതിൽ മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഓക്സിജന്റെ റിക്വയർമെന്റ് ആണ്. നമ്മൾ എല്ലാവരും ശ്വസിക്കുന്ന ഓക്സിജൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കണം. രണ്ടാമതായിട്ട് വരുന്നത് പ്രൊഡക്ടിവിറ്റി ആണ്. നമ്മളുടെ അഗ്രികൾച്ചർ ക്രോപ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതും കുറയുന്നതും ഒരു പ്ലാന്റിന്റെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി വെച്ചിട്ടാണ്. നമ്മൾ വിളവ് കൂടുന്നത് ഫോട്ടോസിന്തസിസ് നല്ല കാര്യക്ഷമമായിട്ട് നടക്കുമ്പോഴാണ്. ഇത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ബാലൻസ് ആണ്. നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് വാതകങ്ങളുണ്ട്, നമുക്കറിയാം. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, അങ്ങനെ ഒരുപാട്. ഇതിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ്. അടുത്തത് നമുക്കറിയാം, വളരെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫുഡിന്റെ കാര്യം. നമുക്ക് കിട്ടുന്ന എല്ലാ ഫുഡും ഉണ്ടാക്കുന്നത് ചെടികൾ വഴിയാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഫോട്ടോസിന്തസിസിനെ കുറിച്ച് പറയാനുള്ളത്. കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.